നമ്മുടെ ബിസിനസ്സിനെ മാനേജ് ചെയ്യാൻ പല സ്ട്രാറ്റജീസും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ സ്ട്രാറ്റജീസും ഫൈനാൻഷ്യൽ സ്ട്രാറ്റജീസും ഒക്കെ. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിന് ഓപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ ടാസ്ക് ഒക്കെ സിസ്റ്റമൈസിങ് ചെയ്യുക, ഓട്ടോമേറ്റഡ് ആക്കുക. സിസ്റ്റമൈസ് ചെയ്യാനാണ് നല്ലൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഇതിൽ വരുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഫൈനാൻഷ്യൽ സ്ട്രാറ്റജീസ്. അത് നമുക്കതറിയാം. നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ട്രാക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. ഇതൊക്കെ ഫൈനാൻഷ്യൽ സ്ട്രാറ്റജീസിൽ വരും. പക്ഷെ ഇതൊക്കെ എല്ലാം ചെയ്യാനും നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ, നമ്മുടെ ബിസിനസ്സിന്റെ എല്ലാ റെക്കോർഡ്സും പ്രോപ്പറായിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബിസിനസ്സിന്റെ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ഫൈനാൻസ് മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഒതുങ്ങുന്ന കാര്യമല്ല. ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്, ഈച്ച് ആൻഡ് കീ ഏരിയാസ് നോക്കണം. സത്യം പറഞ്ഞാൽ ഓരോ കീ പേഴ്സൺസിനും നമ്മുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടായിരിക്കണം. ഞാനൊരു ഫോർമുല ആയിട്ട് പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി പ്ലസ് സ്ട്രോങ് മാനേജ്മെന്റ് ഈക്വൽ ടു സസ്റ്റൈനബിൾ ബിസിനസ് ഗ്രോത്ത്, അങ്ങനെ പറയാം.